അത് ഞാൻ സുകുമാരൻ പോലെ ദെയർ ബ്രാൻഡഡ് ദെയർ ടങ് എന്ന് പറയാം. അത് മാറുന്നില്ല. എന്തത് മാറാത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടുപാടുകൾക്കകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലാണ് മനുഷ്യര്. നമ്മളുടെ SSLC പുസ്തകങ്ങളിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ജാതി എഴുതാൻ പാടില്ല, ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ അവൻ്റെ തൊട്ട് കീഴുള്ളതിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കും. ഈ ജാതി സമ്പ്രദായം നിലനിന്നേ പറ്റൂ. ഇപ്പോൾ അംബേദ്കർ പോലും അത് നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. പക്ഷെ ജാതിവാല് ഉപേക്ഷിച്ചാലും ആളുകളുടെ ഉള്ളിൽ ജാതിയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ജാതീയത ഇന്ത്യയുടെ ഒരു റിയാലിറ്റിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നമുക്ക് ഒരിക്കലും തിരസ്കരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പുതിയ കാലത്തേക്ക് വരുമ്പോൾ ജാതി പ്രവർത്തിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു ഏതെങ്കിലും പേരിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ജാതീയമായി നമ്മൾ വേർതിരിച്ച് കാണുന്നതിന് പകരം മറ്റ് പല ജാതികൾ, പുതിയ തരത്തിൽ ജാതി രൂപപ്പെടുന്നില്ലേ? അതിനെ എങ്ങനെയാണ് പറയുന്നത്? ജാതി എന്ന് പറയുന്നതിന് യഥാർത്ഥത്തിൽ നമുക്ക് നിർവചിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ജാതിയെ നമ്മൾ നിർവചിക്കണമല്ലോ. അത് നമുക്ക് നിർവചിക്കാനായിട്ട് പറ്റാത്ത തരത്തിൽ അത് നമ്മളുടെ ശരീരത്തിലും മനസ്സിലും വസ്ത്രധാരണത്തിലും ഭക്ഷണ രീതികളിലും സംസാര രീതികളിൽ വരെ ഈ ജാതി കയറി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യും. ഒരാൾ സംസാരിക്കുന്നുണ്ട് അയാൾ ഇന്ന ജാതിയാണ് എന്ന് പറയാൻ പറ്റും. അത് ഇവിടെ ഒരു പുതിയ പ്രതിഭാസമല്ലേ. വർക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ ബ്രിട്ടനിലെ വർക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ദെയർ ബ്രാൻഡഡ് ദെയർ ടങ് എന്ന് പറയാം. എന്നുവെച്ചാൽ അവൻ്റെ നാവിൽ അവൻ ബ്രാൻഡഡ് ആണ്, തൊഴിലാളിയാണോ ഇല്ലെന്ന് നമുക്കറിയാം, സംസാരിക്കുന്നത് കേട്ടാൽ മതി എന്ന് അവിടെ ഈ ക്ലാസ് സ്ട്രഗിൾസിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. എന്നുവെച്ചാൽ ഒരാൾ സംസാരിക്കുന്നതിൽ നിന്നും അയാൾ ഏത് ജാതിക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ സംസാരം മാത്രമല്ല, അവർ ഉപയോഗിക്കുന്ന വസ്ത്രരീതികൾ, ചില നിറങ്ങൾ കണ്ടപ്പോൾ നമുക്ക് ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാനായിട്ട് പറ്റുന്ന രീതികളിലേക്ക് അത് പോകുന്നുണ്ട്. പുതിയ കാലത്ത് അത്തരം വ്യത്യാസങ്ങൾ കാര്യമായിട്ടില്ല. കാരണം സംസാര ഭാഷയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്ന് ഏതാണ്ട് പുതിയ കാലത്ത് എല്ലാ മനുഷ്യരും ഒരേപോലെ സംസാരിക്കുന്ന രീതി വന്നു. ഒരേപോലെ അവർ മൊബൈൽ ഉപയോഗിക്കുന്നു, ഒരേപോലെ അവർ സംസാരിക്കുന്നു. സംസാരം മോശം, ഇപ്പോൾ അക്ഷരത്തെറ്റില്ലാതെ അവർക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാവരും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പറ്റാത്തവരായി മാറും. ജാതിയൊന്നും അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. അപ്പോൾ പുതിയ കാലത്തിന് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ജാതി എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ, അവരുടെ പ്രവൃത്തിയിൽ, ചുറ്റുപാടിലേക്ക് ഇങ്ങനെ ശക്തമായിട്ട് ഇളകി ജാത്യാഭിമാനം, അതാണ് കുറേ കൂടി നല്ലത് എന്ന് പറഞ്ഞു. അത് മാറുന്നില്ല. എന്തത് മാറാത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കൂടെ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് മാറാത്തത്. ഇത് മാറണമെങ്കിൽ ഇപ്പോൾ സഹോദരൻ അയ്യപ്പൻ ചെയ്തതെന്താണ്, മിശ്രഭോജനം നടത്തി. മിശ്രഭോജനം നടത്തി ജാതിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പുലയന്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഈഴവരായ ആളുകൾ അദ്ദേഹത്തെ തന്നെ പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. അതാണ് ഉണ്ടായ സംഭവം. അത് തന്നെയാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പഴയ കാലത്ത് ഇങ്ങനെ ഇത്ര അടി അകലെ നിൽക്കണം ഓരോരുത്തരും, ഓരോ ജാതിയുടെയും കണക്കിനനുസരിച്ച് എന്ന് കണക്കാക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത്, ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്നവൻ എല്ലാ തരം പീഡനങ്ങളും അനുഭവിക്കും. ഓരോ തട്ടിൽ മുകളിലേക്ക് കയറുന്നവൻ അവനെന്ത് ചെയ്യാന്ന് വെച്ചാൽ അവൻ്റെ ഈ ജാത്യാഭിമാനവും ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ അവൻ്റെ തൊട്ട് കീഴുള്ളതിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കും. ഇവനത് ചിലപ്പോൾ മുകളിൽ നിന്ന് കിട്ടും. പക്ഷെ അത് അവനൊരു പ്രശ്നമല്ല. അവനത് തിരിച്ചു കൊടുത്ത് കടം വീട്ടി സുഖമായിട്ട് നടക്കുന്ന രീതികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും തുടരുകയാണ്. പണ്ട് ഈ ജാതി പൊളിക്കുന്ന പരിപാടി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ശക്തമായൊരു സമയത്ത് ഈഴവ ജാതിയിൽ ജനിക്കുന്നതായിട്ടുള്ള ആളുകൾ പലരും എന്ത് ചെയ്യുന്ന വെച്ചാൽ വാലിട്ട് പേരിടാൻ രാമൻ പിള്ള എന്ന് പറഞ്ഞാൽ പലരും കരുതുന്നതെന്ന് വെച്ചാൽ അയാൾ നായരാണ്, മനസ്സിലായി? അല്ലെങ്കിൽ പ്രബോധനൻ നായറല്ല അയാൾ ചെയ്തവനാണ്. പക്ഷെ എന്ത് ചെയ്യും, വാല അയാൾക്ക് ചേർത്തി കൊടുക്കും. ഇങ്ങനെ പേരിടുന്നൊരു കാലം ഉണ്ടായിരുന്നു. ശരിക്കും അയ്യപ്പൻ സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം പഞ്ചാബികളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പാലങ്ങ് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഈഴവരാണോ ഇല്ലെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി. അതൊരു കാലത്തെ വിപ്ലവമായിരുന്നു ശരിക്കും. ഇപ്പം അതിലൊന്നും ആർക്കും താല്പര്യമില്ല. ഇപ്പം അവനവൻ്റെ ജാതി അതിനെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ജോലി എന്നുള്ളത്. അവരതിൽ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്.
എല്ലാവരും അങ്ങനെ എന്താ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജാതി എന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ട്, ഇതിപ്പോ ഏതെങ്കിലും ഒരു ജാതി പേരിന് പകരം ഞാൻ ഇത്ര ശമ്പളം വാങ്ങുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളെന്ന അഭിമാനം. അപ്പൊ ഈ അഭിമാന ബോധം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാ മനുഷ്യനുമുള്ള ഒരു ഈഗോ ഐഡന്റിറ്റി ഉണ്ടല്ലോ, എല്ലാ മനുഷ്യരും, എനിക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതല്ലേ യഥാർത്ഥത്തിൽ ജാതിയായിട്ട് വർക്കൗട്ട് ആവും? അതെ, ജാതിയായിട്ട് അത് വർക്കൗട്ട് ആവണം അങ്ങനെയാണ്. ആ ഈഗോ, ഞാൻ ഇഴവനാണ്, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് ഞാനങ്ങ് പറയുകയും അതിൽ ഞാൻ അഭിരമിക്കുകയും ഈ ലോകത്തെ ഏറ്റവും നല്ല ജാതി ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ജാതിയാണെന്ന് പറയുകയും ചെയ്യും. അത് ഇപ്പോൾ താഴെ തട്ടിൽ കിടക്കുന്നവർ, ദളിതരായിട്ടുള്ള ആളുകൾ പോലും അവരത് അങ്ങനെ പറയുന്നതാണ് ശരിയെന്ന് അവർക്ക് തോന്നുന്നത്. കാരണം അവരെന്തിനാണ് ഇതിനകത്ത് അപകർഷത അനുഭവിക്കുന്നത്? ഞാൻ പുലയനാണ്, മനസ്സിലായി, അപ്പൊ ഞാൻ സുകുമാരൻ പുലയൻ എന്ന് അയാൾ പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മറ്റവർക്കൊപ്പം തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഓരോരുത്തരുടെയും ജാത്യാഭിമാനം പ്രൊജക്റ്റ് ചെയ്യേണ്ട ഒരു കാലമാണ്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. ഈ മേൽജാതിക്കാർ മാത്രമാണ് അവരുടെ ജാത്യാഭിമാനം കൊണ്ട് നടത്തുന്നത്. കീഴ്ജാതിക്കാർ എല്ലാം സഹിച്ച അടിമകളെ പോലെ കഴിയണമായിരുന്നു. അത് മാറിപ്പോൾ, അത് മാറ്റാണ്, ബോധപൂർവം തന്നെ മാറുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ ഒരു ശക്തമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. അവർക്കും വിദ്യാഭ്യാസം ഉണ്ട്, വളർച്ചയുണ്ട്, വികാസമുണ്ട്, അവർ മറ്റുള്ളവർക്കൊപ്പം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് ഇതെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പക്ഷേ കടുത്ത ജാതീയതയുടെ കാലമാണ് എന്ന് മാത്രമല്ല, എല്ലാവരും അവരവരുടെ ജാതിയുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചു നടക്കുന്ന വ്യക്തികളായി തീർന്നിരിക്കുന്നു. ഇപ്പൊ ഈ ദളിത് സംഘടന പോലും ജാതിയിൽ കുരുങ്ങുന്നുണ്ടോ? അല്ല, ദളിത് സംഘടനകൾ അങ്ങനെ ചെയ്യണം, എങ്കിലേ മറ്റവർക്കൊപ്പം പിടിച്ചു വെക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് അതിന്റെ ശരി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സുകുമാരൻ പുലയൻ എന്ന് പറയണം, അതാണ് അഭിമാനം എന്ന് പറയുന്നത്. അല്ല, ഞാൻ പറയുന്നത് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടുള്ള ജാതി നിർമ്മാർജ്ജനമാണ്. ജാതി നിർമ്മാർജ്ജനം നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ജാതിയെ അവരെന്ത് ചെയ്യാൻ അഭിമാനമുള്ള ജാതിയായിട്ട് പ്രഖ്യാപിച്ച് മുന്നോട്ട് വരാൻ തയ്യാറാണ്. ജാതി നിർമ്മാർജ്ജനം നടക്കില്ല. ഇപ്പൊ അംബേദ്കർ പോലും അത് നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. അവരൊക്കെ ബുദ്ധഭിക്ഷുക്കളായിട്ട് ബുദ്ധ മതത്തിൽ ചേർക്കുകയൊക്കെയാണ് അദ്ദേഹം ചെയ്തത് ശരിക്കും പറഞ്ഞ്. പക്ഷേ അതുകൊണ്ടൊന്നും ജാതി ഇല്ലാതായില്ല. ജാതി ഇല്ലാതാക്കാനാകില്ലേ? ജാതി ഇല്ലാതാക്കാൻ പറ്റില്ലെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മാഷ് ഇപ്പൊ മനസ്സിലാക്കുന്നത് ജാതി ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാണ്. പുതിയ കാലത്ത് പുതിയ രീതിയിൽ ജാതി രൂപപ്പെടും. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് അതിനെതിരെ നമ്മളൊക്കെ ഇങ്ങനെ അതിനെതിരെ പോരാട്ടമൊക്കെ നടത്തി അവശരായി പോയ ആളുകളാണ്, അത്രേ ഉള്ളൂ. അതില്ലാതാക്കണം എങ്ങനെയാണ്? ഒന്ന് നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് നമുക്ക് ജാതിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുക. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട കുറെ ആളുകൾ, ഇപ്പോൾ മിശ്രവിവാഹിതരായ ആളുകളുണ്ട് കേരളം, അവരുടെ ഒരു സംഘടനയുണ്ട് ശരിക്കും പറഞ്ഞു. അപ്പൊ അവരെ കൂടി അങ്ങനത്തെ ഒരു സംഘമായി മാറുന്നു. അതല്ലാതെ അവർക്ക് ഈ നിലനിൽക്കുന്ന ജാതി കോട്ടകൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇത് വലിയ തടസ്സമായി മാറിക്കഴിഞ്ഞിരിക്കും. നമ്മുടെ കുട്ടികൾ വലിയ ബഹുഭൂരിപക്ഷം പേരും പുറത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണെന്ന് പല ഘട്ടങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ജാതി ചോദിക്കില്ല അവിടുത്തെ ആൾക്കാർ. അപ്പൊ അവർക്ക് ജാതി ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റുന്നു. പിന്നെ അവരവിടെ ചെന്ന് അവരും കുറച്ച് പ്രമാണികരായി കഴിയുമ്പോൾ അവർ ഈ ജാതി നിർമ്മിക്കുന്ന കക്ഷികളായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്. അവരവിടെ ഒരു ജാതി സമൂഹം നിർമ്മിക്കാൻ ശ്രമിക്കും. ഈ പോകുന്ന സമയത്ത് അവർ ജാതി പുറത്ത് പോകുന്നതാണ്, ചിലപ്പോൾ മിശ്രവിഹാതരായിട്ട് പോകുന്നതാണ്. പക്ഷെ കുറെ കഴിയുന്ന സമയത്ത് അവരും എന്ത് ചെയ്യും, ഇത് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് നമ്മൾ പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നതിന്റെ ഫലമായിട്ട് സ്ത്രീയും പുരുഷനും രണ്ട് ജാതിയിൽ നിന്ന് പ്രേമിച്ച് വിവാഹിതരായി കഴിഞ്ഞാൽ തന്നെ കുറെ കഴിയുമ്പോൾ ഈ സ്ത്രീയെ പുരുഷന്റെ മതത്തിലേക്ക് എന്ത് ചെയ്യും, മതം മാറ്റും. എന്തിനാണ് ചെയ്യുന്നത്? ഇതെല്ലാം നടക്കുന്ന സംഭവം. അതല്ലാതെ അവർക്ക് അവരവിടെ പ്രളയം വർക്കൗട്ട് ആവുന്നില്ല, മതമാണ് വർക്കൗട്ട് ആവുന്നത്. അവർക്കാണ് ഇവരുടെ വിപ്ലവം ഒന്നും അവിടെ നടക്കണില്ല. കാരണം പിന്നെ ഇവരുടെ കുട്ടികളെ വിവാഹം കഴിക്കുന്നതിന് ഇതൊക്കെ ഈ വിവാഹം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം എന്നൊക്കെ പറയുന്നതിൻ്റെ കെട്ടുപാടുകൾക്കകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലാണ് മനുഷ്യർ, കേരളത്തിലെ മനുഷ്യർ വളരെ കൂടുതലായി തീർന്നു. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കാനായിട്ട് പറ്റാതെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും വീണ്ടും അതൊക്കെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വ്യാപകമായി മനുഷ്യൻ മിശ്ര വിവാഹം എന്നുവെച്ചാൽ ജാതികൾ നോക്കാതെ
വിവാഹം കഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയാൽ മാത്രമാണ് അതിനൊരു മാറ്റം ഉണ്ടാവും. ജാതി ചോദിക്കരുത്, ജാതി പറയരുത് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും നമുക്ക് അപ്പുറത്തിരിക്കുന്നവന്റെ ജാതി ഏതാണെന്ന് മണത്തു നോക്കാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള താല്പര്യം മനുഷ്യനുണ്ട്. ഈ പരിപൂർണമായിട്ടും ഇതറിയാനുള്ളൊരു വഴി, എനിക്ക് ഇയാളുടെ ജാതി ഏതാണ് അല്ലെങ്കിൽ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആളുടെ ജാതിയാണെന്ന് എനിക്ക് അറിയാൻ യാതൊരു വഴിയില്ല. ആ വഴിയിൽ അടച്ചു കളഞ്ഞാൽ ഈ ജാതീയത ഒരു പരിധിവരെ ഇല്ലാതാക്കാം. അതായത് നമ്മളുടെ SSLC പുസ്തകങ്ങളിനകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ജാതി എഴുതാൻ പാടില്ല. അത് എഴുതാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം എന്തിനാ? അപ്പൊ നമ്മളത് പറയുമ്പോൾ കുഴപ്പം എന്താ? സംവരണം എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ സംവരണം നിലനിൽക്കണമെങ്കിലും അതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാണെങ്കിലും ഈ ജാതി സമ്പ്രദായം നിലനിന്നേ പറ്റൂ. സംവരണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഭരണകൂടം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അതിക്ക് മുന്നേ ഉള്ള കാലത്തെ ഈ ജാതിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വലിയ തരത്തിൽ പീഡിപ്പിക്കപ്പെടുകയും ദരിദ്രരായി തീരുകയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്ത ആളുകളുണ്ട്. അവരെ പതുക്കെ ഉയർത്തി മറ്റുള്ളവർക്കൊപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സംവരണ സംവിധാനം കൊണ്ടുവന്നത്. പക്ഷെ അതിൽ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാണ്ട് സർക്കാരോ അന്നത്തെ ഭരണഘടനാ വിദഗ്ധരോ പ്രതീക്ഷിച്ചിരുന്ന പോലെ അങ്ങനെ ഈ അധസ്ഥിതരായി കിടക്കുന്ന മുഴുവൻ മനുഷ്യരെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ സംവരണ സിദ്ധാന്തത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും സംവരണം അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോഴാണ് അത് നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഈ ജാതി സർട്ടിഫിക്കറ്റുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയാം. അങ്ങനെ ഇതൊരു ആവശ്യമുള്ള ഘടകമായിട്ട് നിലനിൽക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ നിന്ന് ജാതി ഇല്ലാതാക്കാനായിട്ട് പറ്റുക? ഒരു നെസസിറ്റിയാണ് സൊസൈറ്റിയുടെ. സംവരണമൊക്കെ നിലനിൽക്കുന്ന സമൂഹത്തിന്റെ സംവരണം വേണ്ടെന്നല്ല പറയുന്നത്. അല്ല, സംവരണം നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജാതി വേണമല്ലോ. ജാതിയാണല്ലോ, ജാതി സംവരണമാണുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെ അത് ഒഴിവാക്കാനായിട്ട്? ഇപ്പം കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പം മുമ്പോട്ട് വയ്ക്കുന്നത് ഇപ്പം പലതും ഈ സാമ്പത്തിക സംവരണം, എക്കണോമിയുടെ ബേസിൽ സംവരണം നൽകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. അല്ല, അതൊക്കെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം നിരവധി വർഷങ്ങളായിട്ട് ദരിദ്രരാകപ്പെട്ടവർ, പീഡിപ്പിക്കപ്പെട്ടവർ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അന്യവൽകൃതമാക്കപ്പെട്ടവർ, വഴിവരങ്ങളിൽ കഴിഞ്ഞുകൂടി ഇവരൊക്കെ എങ്ങനെ കണ്ടെത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും? സാമ്പത്തിക സംവരണം മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് പറ്റില്ല. ഇത് വളരെ സങ്കീർണമാണ് ഈ വിഷയം എന്ന് പറയും. ജാതി എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ട്, ആ ജാതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാമൂഹ്യ ഘടന അതിനേക്കാൾ സങ്കീർണമാണ്. അതുകൊണ്ടാണൊന്നും പരിഹരിക്കപ്പെടാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ തുടരും എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. നിതിൻ രാജിന്റെ മരണവുമായി അതെ ബന്ധപ്പെട്ട് മരണത്തിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിലവിലിപ്പം നിലനിൽക്കുകയാണ്. അപ്പൊ അതിലിപ്പോ ദളിത് സംഘടനകളാണ് 52ഓളം വരുന്ന ദളിത് സംഘടനകളാണ് സംഘടിപ്പിച്ചത് ഹർത്താൽ. അതിനെ തുടർന്നുള്ള വിവാദങ്ങള് അവര് റോഡ് തടയുന്നു, വാഹനങ്ങൾ തടയുന്നു, റോഡ് തടയിട്ടായിരുന്നു, ആംബുലൻസ് തടയുന്നു. ഇതൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവര് തടയും മാത്രത്തോടെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ആ പ്രശ്നങ്ങളുണ്ട്. ആര് ഹർത്താൽ നടത്തിയാൽ ആ പ്രശ്നങ്ങളുണ്ടാവും. ദളിത് സംഘടനകൾ നടത്തിയാൽ ആ പ്രശ്നങ്ങളുണ്ടാവും. അതല്ലാണ്ട് അവര് നടത്തിയെന്ന് പറഞ്ഞാൽ അവരുടെ മെക്കിട്ട് വേറിട്ട് കാര്യമൊന്നുമില്ല. CPM നടത്തുമ്പോൾ ഇതുണ്ടാകുന്നില്ല, കോൺഗ്രസ് നടത്തുമ്പോൾ ഉണ്ടാകുന്നില്ല, BJP നടത്തുമ്പോൾ ഉണ്ടാകുന്നില്ല, ആരെ നടത്തിയാലും ഉണ്ടാവും. കാരണം സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതിന്റെ പ്രശ്നങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടുന്ന സമയത്തുണ്ടാവും. ആര് എന്നുള്ളത് അപ്രസക്തമാണ്.